ആൻഡ്രൂ ഗാർഫീൽഡിന്റെ ദി അമേസിംഗ് സ്പൈഡർമാൻ മൂവി സീരീസിലെ രണ്ടാമത്തെ സിനിമയായ അമേസിംഗ് സ്പൈഡർമാൻ 2 എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിന്റെ ആദ്യ സിനിമയായ ദി അമേസിംഗ് സ്പൈഡർമാൻ 1 നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ കഥ മനസ്സിലാവുള്ളൂ. മാർവൽ കോമിക് യൂണിവേഴ്സിന്റെ എല്ലാ സിനിമകളും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമയും നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ ടോബി മാർഗറിയുടെ സ്പൈഡർമാൻ സീരീസ് മുഴുവനും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനലിൽ ചെക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇനി നമുക്ക് ദി അമേസിംഗ് സ്പൈഡർമാൻ 2 എന്ന സിനിമയിലേക്ക് കടക്കാം. കഴിഞ്ഞ സിനിമയിൽ പീറ്ററിന്റെ അച്ഛന് സംഭവിച്ച കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അദ്ദേഹം ഒറ്റയ്ക്ക് താൻ കണ്ടുപിടിച്ച പരീക്ഷണങ്ങളുടെ ശക്തിയുള്ള ചിലന്തികളെല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അയാളുടെ കണ്ടുപിടുത്തങ്ങൾ അടങ്ങുന്ന ഫയലുകളെല്ലാം നശിപ്പിച്ചു കളയാനും ശ്രമിക്കുന്നു. ശേഷം തന്റെ കാർഡ് ഉപയോഗിച്ച് പരീക്ഷണശാലയുടെ ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോൾ അവിടുത്തെ സിസ്റ്റം മുഴുവൻ ബ്ലോക്ക് ആയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്നിലേക്കും ആക്സസ് കിട്ടുന്നില്ല. കമ്പ്യൂട്ടറിലേക്ക് നോക്കുമ്പോൾ തന്റെ ഡാറ്റകളൊന്നും ഇപ്പോൾ ഉപയോഗിക്കാനും പറ്റുന്നില്ല. ഇതൊക്കെ ആരോ മാറ്റാൻ ശ്രമിച്ചിരിക്കുകയാണ്. അപ്പൊ തന്നെ അദ്ദേഹം തന്റെ രഹസ്യമായ ഫയലുകളെല്ലാം ബാഗിലേക്ക് വെക്കുകയും അവിടെ നിന്ന് നേരെ ഇറങ്ങി തന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. വീട്ടിൽ ചെന്ന് അദ്ദേഹം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. ഞാനിപ്പോ ചെയ്യുന്നതിനെല്ലാം ആളുകൾ എന്നെ ദുഷ്ടൻ എന്ന് വിളിച്ചേക്കാം, പക്ഷേ ഞാൻ ഒരിക്കലും തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്റെ കണ്ടുപിടുത്തങ്ങൾ മൂലം ലോകത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ പീറ്റർ മുകളിൽ നിന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുകയും അദ്ദേഹം ഓടി നേരെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവൻ ആരൊക്കെയോ തകർത്തിട്ടിരിക്കുകയാണ്. ഇതോടെ അപ്പോൾ തന്നെ അവനെ നേരെ അങ്കിളിന്റെയും ആന്റിയുടെയും വീട്ടിലേക്ക് അവർ കൊണ്ടു ചെല്ലുകയും അവനെ അവിടെ ഏൽപ്പിച്ച ശേഷം അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി അവർ രാജ്യം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മകൻ ഒരു കൊച്ചുകുട്ടിയാണ്. അവനിത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. പാപം, നമ്മളെ കാണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവുമെന്നൊക്കെ അമ്മ പറയുമ്പോൾ ഇപ്പൊ തന്നെ നമ്മുടെ ജീവൻ അപകടത്തിലാണ്, അവനെ കൂടി അപകടത്തിൽപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ ഏൽപ്പിച്ചതെന്നൊക്കെ റിച്ചാർഡ് പറയുകയും അദ്ദേഹം കണ്ടുപിടിച്ച ഡാറ്റയെല്ലാം എവിടേക്കോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ശേഷം അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ടോയ്ലറ്റിലേക്ക് പോയിരിക്കുകയാണ്. പെട്ടെന്ന് അസിസ്റ്റന്റ് പൈലറ്റ് അവിടേക്ക് വരികയും നിങ്ങൾ തിരക്കിലാണോ എന്ന് പറഞ്ഞ് അയാൾ കൈ കഴുകുകയും ചെയ്യുന്നു. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം നോക്കുമ്പോൾ അവൻ കയ്യിലെ ചോര കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാവുകയും എനിക്ക് പൈലറ്റിനോടൊന്ന് സംസാരിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേക്കുമ്പോൾ അവൻ തോക്കെടുത്ത് ചൂണ്ടി അതുകൊണ്ട് ഒരു കാര്യവും ഇല്ലെന്ന് പറഞ്ഞ് ആ ടോയ്ലറ്റ് അങ്ങ് പൂട്ടിക്കളയുന്നു. ശേഷം അവൻ നേരെ പാരച്യൂട്ട് എടുത്ത് ചാടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ ടോയ്ലറ്റിൽ നിന്ന് മേരി തട്ടാൻ തുടങ്ങുകയും ഈ സമയം കൊണ്ട് ഫയൽ മുഴുവൻ റോസ്വെൽറ്റിലേക്ക് അദ്ദേഹം അപ്ലോഡിങ്ങിന് ഇടുകയും ചെയ്യും. എന്നാൽ അപ്ലോഡിംഗ് ആവുന്നതിന് മുമ്പ് അവൻ ആ ലാപ്പങ്ങ് അടച്ചു വെച്ചേക്കുകയാണ്. ഉടൻ ഡോറ് പൊളിച്ച് അവർ പുറത്തിറങ്ങുമ്പോഴേക്കും റിച്ചാർഡ് അവനെ അടിക്കുകയും ഇതോടെ അവർ തമ്മിൽ ഒരു പൊരിഞ്ഞ ഫൈറ്റ് തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയും ഒടുവിൽ റിച്ചാർഡ് അവനെ അടിച്ച് പഞ്ചറാക്കി ഇട്ട ശേഷം അവന്റെ തോക്കെടുക്കുകയും മേരിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒരു സീറ്റിലിരുത്തി ബെൽറ്റൊക്കെ ഇട്ടുകൊടുക്കുകയും ശേഷം തന്റെ ലാപ്പ് എടുത്ത് വെച്ച് ബാക്കി കൂടി ബാക്കപ്പ് അപ്ലോഡിങ്ങിന് ഇടുകയും ചെയ്യുന്നു. കുഴപ്പമില്ല, ഒക്കെ ശരിയാവുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ മറ്റവൻ വീണ്ടും അടിച്ചിടുകയും അവർ പൊരിഞ്ഞ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ മരിച്ചിരുന്ന പൈലറ്റിന്റെ കൈതട്ടി വിമാനം വളരെ വേഗത്തിൽ താഴേക്ക് കുത്തനെ പോവുകയും അടി കൂടിക്കൊണ്ടിരുന്ന മറ്റവൻ റിച്ചാർഡിന്റെ കഴുത്തിൽ മുറുക്കാൻ ശ്രമിക്കുകയും കമ്പ്യൂട്ടർ അടച്ചു വെക്കുകയും ചെയ്യുന്നു. ഇതോടെ മറ്റൊന്നും ചിന്തിക്കാതെ റിച്ചാർഡ് തോക്കെടുത്ത് ജനലിൽ വെടിവെച്ചങ്ങ് പൊട്ടിക്കുകയും ഇതോടെ മൊത്തത്തിൽ തകർന്ന് കാറ്റ് പുറത്തേക്ക് വലിക്കാൻ തുടങ്ങുകയും ഇതോടെ മറ്റവൻ പിടിവിട്ട് ലാപ്പിൽ തൂങ്ങുമെങ്കിലും അത് കൊടുക്കാതെ റിച്ചാർഡ് വലിച്ചെടുത്ത് അവൻ പുറത്തേക്ക് പറന്നു പോവുകയും അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും വീണ്ടും തുറന്ന് അത് അപ്ലോഡിങ്ങിന് വെക്കുകയും അല്പസമയത്തിനുള്ളിൽ അപ്ലോഡ് കംപ്ലീറ്റ് ആകുന്നതോടെ അദ്ദേഹം അതൊക്കെ കളഞ്ഞ് ഭാര്യയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ വിമാനം താഴേക്ക് ചെന്ന് പൊട്ടിത്തെറിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പീറ്ററിനെയാണ്. അവൻ സ്പൈഡർമാൻ ആയിക്കൊണ്ട് ഇപ്പോ നാടിനെ രക്ഷിക്കുകയാണ്. പോലീസിന് സഹായം വേണ്ടപ്പോഴെല്ലാം അവൻ ചെന്ന് സഹായം കൊടുക്കുകയാണ് പതിവ്. ഇത്തവണ ഓസ്കോർപ്പിന്റെ പ്ലൂട്ടോണിയം കൊണ്ടുപോയ ട്രക്ക് ചിലർ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അലക്സി എന്ന് പറയുന്ന ഒരുത്തനാണ് ആ ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിനൊന്നും പിടികൊടുക്കാതെ എല്ലാം തകർത്തുകൊണ്ട് അവൻ പൊക്കൊണ്ടിരിക്കുകയാണ്. അവനെ പിടിക്കാനായി സ്പൈഡർമാൻ ചാടി പാഞ്ഞ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയം അലക്സിയുടെ കൂടെയുള്ളവന്മാർ നേരെ പ്ലൂട്ടോണിയം ട്രക്കിന്റെ മുകളിലേക്ക് കയറുകയും മുകൾ വശം ലേസർ ഉപയോഗിച്ച് തകർത്ത് അതിന്റെ ഉള്ളിലേക്ക് കടന്ന് അതിൽ നിന്ന് പ്ലൂട്ടോണിയം അടിച്ചു മാറ്റി എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും സ്പൈഡർമാൻ ആ വണ്ടിയിലേക്ക് എത്തുകയും മോനെ ആള് കയറാനുണ്ടടാ, മിസ്റ്റർ ക്രിമിനലെ ഒന്ന് നിർത്തടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ദേഷ്യം പിടിച്ച് അടിക്കാനും തോക്കെടുത്ത് വെടിവെക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കുറച്ച് ബ്ലൂ പ്രിന്റുകളുമായി ഓസ്കോർപ്പിലെ ഒരു ജോലിക്കാരൻ നടന്നു പോകുന്നതിനിടെ ആളുകൾ തട്ടിയിട്ട് ബ്ലൂ പ്രിന്റ് മുഴുവൻ റോഡിലാവുകയും അയാളത് എങ്ങനെയെങ്കിലും എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഈ ട്രക്ക് പാഞ്ഞ് അവിടേക്ക് വരികയും ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സ്പൈഡർമാൻ പാഞ്ഞ് ചെന്ന് മുന്നിൽ നിന്ന് അയാളെ പിടിച്ചു മാറ്റി രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നീ സ്പൈഡർമാൻ അല്ലേ, എന്നെ പോലെ ഒരുത്തനെയൊക്കെ നിങ്ങൾ രക്ഷിക്കുമോ, ഞാൻ ആരുമില്ലാത്തവനാണെന്നൊക്കെ അയാൾ പറയുമ്പോൾ അല്ല, നിങ്ങൾക്ക് ഞാനുണ്ട്, ഈ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്, സ്മാർട്ടായിട്ട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും പാഞ്ഞ് ആ ട്രക്കിന്റെ പിറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇടത്തോട്ടൊരു വഴി കണ്ട് അവൻ ചവിട്ടി നിർത്തുകയും ഇതോടെ പിറകെ വരുന്ന വണ്ടികളെല്ലാം ഇടിച്ച് തകർന്ന് ചെതറി തരിപ്പണമാകും. ഇതോടെ പുറകിൽ നിന്നവന്മാർ പോലീസുകാരുടെ നേർക്ക് തൂരുതുരെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവന്മാരുടെ തോക്കൊക്കെ വാങ്ങിയെടുത്ത് തൂക്കി പോലീസുകാരുടെ മുന്നിലേക്ക് സ്പൈഡർമാൻ
ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതോടെ അവൻ ഇടത്തേക്കുള്ള ചെറിയ ഇടവഴിയിലൂടെ പാഞ്ഞു പോകാൻ നോക്കുകയും സ്പൈഡർമാൻ പാഞ്ഞ് അതിന്റെ ഉള്ളിലേക്ക് വന്ന് പ്ലൂട്ടോണിയം ഒന്നും തെറിച്ചു പോവാതെ അതെല്ലാം പിടിക്കുകയും ചെയ്യും. വണ്ടി ഇപ്പോ ഇടവഴിയിലൂടെ എല്ലാം തകർത്ത് മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പിടിക്കുമെങ്കിലും പ്ലൂട്ടോണിയത്തിന്റെ ഒരെണ്ണം തെറിച്ച് നേരെ പുറത്തേക്ക് പോകുന്നത് കണ്ട് അവൻ ചാടി അതെല്ലാം കൂടെ തൂക്കി അവിടെ വലയിലിട്ട ശേഷം മറ്റേത് പിടിക്കാൻ വേണ്ടി പാഞ്ഞ് പോവുകയാണ്. നേരെ റോഡിലെടുത്ത് ചെന്ന് അതും ഒപ്പിക്കുമ്പോൾ പിറകെ വരുന്ന വണ്ടി ഇടിച്ച് അവനെയും കൊണ്ടുപോകുന്നു. ഇപ്പൊ അവൻ അതിന്റെ ഫ്രണ്ടിലിരുന്ന് പോവുകയാണ്. പെട്ടെന്ന് അവനൊരു കോൾ വന്ന് എടുത്തു നോക്കുമ്പോൾ ഗന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഗ്രാജുവേഷന്റെ പ്രോഗ്രാം നടക്കുക, നിന്നെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ദേ ഇപ്പൊ വരും, ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് അവൻ നോക്കുമ്പോൾ അവളുടെ ഡാഡി അവനെ തന്നെ നോക്കുന്നതായി കാണുകയും അതവന് തോന്നിയതാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവൻ വീണ്ടും അവിടെ നിന്ന് പാഞ്ഞ് ആ ട്രക്കിലുള്ളവനെ പിടിക്കാൻ പോവുകയാണ്. അവൻ നേരെ ആ ലോറിയിലേക്ക് കയറുകയും അതിന്റെ ഗ്ലാസ് ഇടിച്ചു പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ അതുവഴി ഒരു ബസ് വരുന്നതായി കാണുകയും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ലോറി ആ ബസ്സിൽ ഇടിക്കുന്നതോടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കും മുമ്പ് അവൻ ചാടി അപ്പുറത്തേക്ക് ചെല്ലുകയും ആ ബസ് തടഞ്ഞു നിർത്തി അവിടെയുള്ള എല്ലാവരെയും രക്ഷിക്കുന്നു. അപ്പോഴേക്കും മറ്റവനാണെങ്കിൽ ആ സാധനവും എടുത്ത് ഓടിയിരിക്കുകയാണ്. ഇതോടെ സ്പൈഡർമാൻ പാഞ്ഞ് അവന്റെ അടുത്തേക്ക് ചാടി ചെല്ലുകയും തോക്കൊക്കെ എടുത്ത് സാധനവും തട്ടിപ്പറിച്ച് വലയിട്ട് അവനെ അവിടെ ലോക്കാക്കി നിർത്തി ഞാൻ പോകുവാണേ, പോലീസ് വരുമ്പോൾ നിനക്കും പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഗന്നിനെ അവിടെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ അവൾ നേരെ സ്റ്റേജിലേക്ക് കയറി ചെല്ലുകയും അവരോട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവിടെ പീറ്ററിന്റെ സീറ്റ് മാത്രം കാലിയായി കിടക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ആ സമയം കൊണ്ട് നമ്മൾ നേടിയെടുക്കണം. നമ്മളെപ്പോഴും നമ്മളായി തന്നെ ജീവിക്കണം. ജീവിതത്തിന് ഒരു ലക്ഷ്യം കണ്ടെത്തണം എന്നൊക്കെ അവൾ പ്രസംഗിച്ച ശേഷം അവർ ഓരോരുത്തരായി വരിവരിയായി നിന്ന് ഗ്രാജുവേറ്റ് ആയതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവിടെയൊക്കെ നോക്കിയിട്ടും പീറ്ററിനെ എങ്ങും കാണുന്നില്ല. അപ്പോഴേക്കും പീറ്ററിന്റെ പേരവിടെ വിളിക്കുകയും ഉടൻ എവിടെന്നൊക്കെയോ പാഞ്ഞു വന്ന് അവൻ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് സെറ്റ് ആയിട്ട് പോകും. അതൊക്കെ കഴിഞ്ഞ് അവൻ നേരെ ചെന്ന് അമ്മുമ്മയെ കാണുകയും ഗ്രാജുവേറ്റ് ആയതിന്റെ സന്തോഷമൊക്കെ പങ്കിടുകയും ചെയ്യും. ഇതിനിടെ ഗൻ അവന്റെ അടുത്തേക്ക് ചെന്ന് അവർ തമ്മിൽ ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയും ഇന്ന് രാത്രി 8 മണിക്ക് എന്റെ കൂടെ ഡിന്നറിനൊന്ന് വരണേന്നൊക്കെ അവൾ പറയുകയും ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് അവൾ നേരെ ആന്റിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ നോക്കുമ്പോൾ അവളുടെ ഡാഡി അവിടെ നിൽക്കുന്നതായിട്ടൊക്കെ അവന് തോന്നുന്നു. ഇതോടെ മരിക്കുന്നതിന് മുമ്പ് നീ ഗന്നിനെ കൂടി അപകടത്തിൽപ്പെടുത്തരുതെന്നും അവളെ നീ മറന്നേക്കണമെന്നും അവളുടെ ഡാഡിക്ക് വാക്ക് കൊടുത്തതൊക്കെ അവൻ ഓർക്കുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യും. അന്ന് രാത്രി അവളോടൊപ്പം ഡിന്നറിന് വേണ്ടി അവൻ അവിടേക്ക് ചെല്ലുമെങ്കിലും അവളുടെ ഡാഡിക്ക് കൊടുത്ത വാക്കൊക്കെ ഓർക്കുകയും ആകെ നിരാശനായി നിൽക്കുകയും ചെയ്യുന്നത് കണ്ട് ഗൻ നേരെ ഇറങ്ങി അവന്റെ അടുത്തേക്ക് ചെല്ലുകയും നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നിന്നോട് ഇങ്ങനെ അടുക്കാനൊന്നും പാടില്ലടി, മരിക്കുന്നതിന് മുമ്പ് നിന്റെ അച്ഛന് കൊടുത്ത വാക്കാണ്, എന്നിട്ട് ആ വാക്കും തെറ്റിച്ച് നീയുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുവാണ് എന്നൊക്കെ പറയുമ്പോൾ എടാ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചതല്ലേ, അതൊന്നും കുഴപ്പമില്ല എന്ന് അവൾ പറയുമെങ്കിലും അതൊന്നും ശരിയാവില്ലടി, ഒരു വാക്ക് കൊടുത്തിട്ട് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ സ്പൈഡർമാൻ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യം എന്താ, എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, അത് നിന്നെയും ബാധിക്കും, ഞാൻ കാരണം നിനക്ക് അപകടമൊന്നും പറ്റാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നിന്റെ ഇതുപോലത്തെ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം വരും. നീ സ്പൈഡർമാനാണ്, എനിക്കത് ഇഷ്ടമാണ്, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ ഞാൻ തയ്യാറാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്നൊക്കെ അവൻ പറയുകയും അപ്പോൾ നമുക്ക് ഒന്നിക്കാൻ പറ്റില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, നിന്റെ ഇഷ്ടം പോലെ തന്നെ നമുക്ക് ബ്രേക്കപ്പ് ആവാം, ഞാൻ ഇനി ഒരിക്കലും നിന്റെ വഴിയിലേക്ക് വരില്ല, ഞാൻ എന്റെ വഴി നോക്കി പോവുകയാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പൊക്കളയുന്നു. ഇതോടെ അവന് ഒന്നും ചെയ്യാൻ കഴിയാതെ ആകെ വിഷമത്തിലും സങ്കടത്തിലും അവിടെ നിന്ന് പൊക്കളയുന്നു. അടുത്ത ദിവസം മുതൽ അവൻ വീണ്ടും നാടിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പോലീസിനെ സഹായിക്കുകയും നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ അവൻ ഇടപെടുകയും ചെയ്യും. മുതിർന്നവരുടെ മുതൽ കുട്ടികളുടെ കാര്യങ്ങൾ വരെ അവൻ സോൾവ് ചെയ്യാറുണ്ട്. എല്ലാവരെയും എപ്പോഴും സന്തോഷമാക്കി വെക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സ്പൈഡർമാൻ രക്ഷിച്ച മറ്റേ മാക്സ് എന്ന് പറയുന്ന ആളിനെയാണ്. അയാൾക്കിപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്പൈഡർമാനെയാണ്. ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് അയാൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഫീസിലൊന്നും ആരും അയാളെ ഒരുപാട് അടുപ്പിക്കാറൊന്നുമില്ല. അയാളുടെ ബർത്ത്ഡേ ആയിട്ട് പോലും ഒന്ന് വിഷ് ചെയ്യാൻ പോലും ആരുമില്ല. അയാൾ സ്വന്തമായി തന്നെ ഒരു കേക്കൊക്കെ എടുത്ത് ഞാൻ സൂപ്പറാണ്, എന്നെ ഓർക്കാൻ സ്പൈഡർമാൻ ഉണ്ട്, എനിക്ക് അത് മതിയെന്നൊക്കെ പറഞ്ഞ് സ്വന്തം ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അങ്ങനെ അന്ന് രാവിലെ തന്നെ അയാൾ ഓസ്കോർപ്പിലേക്ക് ജോലിക്ക് വന്നിരിക്കുകയാണ്. നേരെ ഓസ്കോർപ്പിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ മേലുദ്യോഗസ്ഥൻ അവിടേക്ക് വരികയും നീ എന്താ ലേറ്റായേ, സിറ്റിയുടെ മുഴുവൻ കറണ്ടിന്റെ സപ്ലൈയും നിങ്ങളല്ലേ ചെയ്യുന്നത്, അതിനുവേണ്ടി ഒരു പവർ ഗ്രിഡ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സാർ, അത് വെച്ച് വളരെ സിമ്പിളായി കാര്യങ്ങൾ നടക്കും, ആ ഡിസൈൻ ഞാൻ തന്നെ കണ്ടുപിടിച്ചാണെന്ന് പറയുമ്പോൾ ഓ അത് ശരി, പക്ഷെ മേല അത് തന്റേതാണെന്ന് പറഞ്ഞു പോരുത്, അത് കമ്പനിയുടേതാണെന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പൊക്കളയുന്നു. അയാൾക്ക് ആ ഓഫീസിലുള്ള ആരും ഒരു വിലയും കൊടുക്കാറില്ല. പിന്നീട് കാണിക്കുന്നത് ഓസ്കോർപ്പിന്റെ ഓണറുടെ വീടാണ്. അവിടേക്ക് ഒരു കാർ വന്നു നിൽക്കുന്നു. അതിൽ അയാളുടെ മകനാണ് ഉള്ളത്. അവൻ വിദേശത്തെ പഠനത്തിന് ശേഷം മരിക്കുന്നതിന് മുമ്പ് അച്ഛനെ കാണാൻ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ഇരുട്ട് റൂമിലാണ് അദ്ദേഹം കിടക്കുന്നത്. അപൂർവമായ ഒരു അസുഖമാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ അവൻ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ കാണുന്നു. ന്യൂമൻ ഓസ്ബോൺ ആണ് അവിടെ ഉള്ളത്. മോനെ ഹാരി, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ, നിനക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു, നമ്മുടെ കമ്പനിയെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുമായിരുന്നു, പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ച് നീ പഠിക്കാൻ പോയെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളാണ് എന്നെ ഉപേക്ഷിച്ചത്, കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് നിങ്ങളെ, വെറും 11 വയസ്സുള്ള എന്നെ ബോർഡിംഗ് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു, ഇത്രയും കാലമായിട്ടും എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോലുമില്ല, സ്വന്തം അച്ഛനെ കാണാതെ ഈ പ്രായം വരെ ഞാൻ വളർന്നു, എന്റെ കുട്ടിക്കാലം നശിച്ചു പോകാൻ കാരണം നിങ്ങളാണെന്നൊക്കെ
എന്നൊക്കെ അവൻ പറയുമ്പോൾ, ഞാൻ വരാതിരുന്നതിന് കാരണമുണ്ടടാ. ഒരു അച്ഛന്റെ സ്നേഹം കിട്ടാതെയാണ് നിന്റെ കുട്ടിക്കാലം ചെലവഴിച്ചത്. പക്ഷെ അതായിരുന്നു നിനക്ക് നല്ലത്. കാരണം ഞാൻ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാരമ്പര്യമായി നമ്മുടെ കുടുംബത്തിന് മൊത്തം എനിക്കുള്ള ഈ രോഗം വരും. ഇത് നമ്മുടെ ഓസ്ബോൺ കുടുംബത്തിന്റെ ശാപമാണ്. എനിക്കുള്ള ഈ അസുഖം നിനക്കും വരും. നിന്റെ പ്രായത്തിലാണ് എനിക്കിത് തുടങ്ങിയത്. ഞാൻ ഈ അസുഖത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഒരിക്കൽ പോലും നിന്നെ കാണാൻ വരാഞ്ഞത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നിനക്കും ഉറപ്പായിട്ടും ഈ അസുഖം വരും. നിന്റെ കൈ ഒന്ന് പൊക്കിയേ. വിറയലുണ്ടെങ്കിൽ നിനക്കും ഈ അസുഖം തുടങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവന്റെ കൈ വിറയ്ക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഞാനൊരു സമ്മാനം തരുവാണ്. ഇനി മുതൽ എന്റെ കമ്പനിയും സമ്പത്തും മുഴുവൻ നിനക്കാണ്. അതോടൊപ്പം ഇതും നീ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ഒരു ഡിവൈസ് അവന്റെ കയ്യിൽ കൊടുക്കുന്നു. ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പല കാര്യങ്ങളും നോക്കി, പക്ഷേ എല്ലാം പരാജയപ്പെട്ടു. എന്നാൽ നീയെങ്കിലും ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടി നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ എന്ന് പറഞ്ഞ് അദ്ദേഹം അത് അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ്. നോർമാൻ മരണപ്പെട്ടുവെന്നും അദ്ദേഹത്തിന്റെ മകനായ ഹാരി ഓസ്കോർപ്പ് കമ്പനിയെ ഏറ്റെടുത്തുവെന്നുമുള്ള വാർത്ത ഹാരിയുടെ കൂട്ടുകാരനായ പീറ്ററും കാണുന്നുണ്ട്. അന്ന് ഓസ്കോർപ്പ് കമ്പനിയിലെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവിടെ ഒരു സംസാരം നടക്കുകയാണ്. നമ്മുടെ ഈ കമ്പനിയെ വളർത്തിക്കൊണ്ടു വന്നത് ഓസ്ബോൺ ആണ്. ഇനി മുതൽ അദ്ദേഹം ഇല്ല. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കെന്നോണം ഇന്ന് നമ്മുടെ കമ്പനിയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. മാക്സ് പോവാൻ നോക്കുമ്പോൾ മേലുദ്യോഗസ്ഥൻ തടഞ്ഞു നിർത്തുകയും, നിനക്ക് അവധിയില്ല, ലാബില് ഇലക്ട്രിക്കൽ ഫ്ലോയ്ക്ക് പ്രോബ്ലം ഉണ്ട്, അതൊക്കെ ശരിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് എന്നിട്ടും അവധിയില്ല എന്ന് ചോദിക്കുകയും, ബാക്കിയുള്ളവരെ പോലെ നിനക്ക് പ്രത്യേകതയൊന്നുമില്ലല്ലോ, അതുകൊണ്ടെല്ലാം ശരിയാക്കിയിട്ട് പോയാൽ മതിയെന്ന് അയാൾ പറയുന്നു. ഇതോടെ അന്നവൻ നേരെ ഇലക്ട്രിക്കൽ പ്രോബ്ലം നോക്കാനായി ലാബിലേക്ക് ചെന്നിരിക്കുകയാണ്. കറണ്ട് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവനാണ്. അവിടെ ഒരു വയറ് പൊട്ടിക്കിടക്കുന്നത് കണ്ട്, ഓ ഇതാണല്ലേ പ്രശ്നമെന്ന് പറഞ്ഞ് അവൻ ചെല്ലുന്നു. അതിന്റെ തൊട്ട് താഴെയായി ഇലക്ട്രിക് ഈലുകളെ ഇട്ടിരിക്കുന്ന ഒരു ടാങ്ക് ഉണ്ട്. അവൻ നേരെ മുകളിലേക്ക് കയറി ചെല്ലുകയും ശരിയാക്കാൻ ചെല്ലുന്നതിന് മുമ്പ് ഫോൺ എടുത്ത് സെക്ടർ 32 പവർ ഒന്ന് ഓഫ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പോ അവിടെ ഇല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നൊക്കെ അപ്പുറത്തുള്ളവൻ പറയുന്നു. ഇതോടെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് പവർ ഓഫ് ചെയ്യാതെ റിസ്ക് എടുത്താണെങ്കിലും അത് ശരിയാക്കാമെന്ന് അവൻ വിചാരിക്കുകയും കറണ്ടോട് കൂടി തന്നെ അവൻ ആ വയറുകൾ പിടിച്ച് രണ്ടും കൽപ്പിച്ച് കണക്ട് ചെയ്യുന്നു. ശേഷം അതവിടെ കയറ്റി വെക്കുന്നതിനിടെ അവനെ ഷോക്ക് അടിക്കുകയും അതെല്ലാം കൂടെ വലിച്ചു പൊട്ടിച്ച് അവൻ നേരെ പരീക്ഷണത്തിന് ഇലക്ട്രിക് ഈലുകൾ കിടന്ന ആ ടാങ്കിനുള്ളിലേക്ക് ചെന്ന് വീഴുകയും എല്ലാ ഈലുകളും കൂടി പാഞ്ഞു വന്ന് അവനെ കടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ അവന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുകയും അവൻ പതിയെ മറ്റൊരാളായി മാറിക്കൊണ്ടിരിക്കുന്നതിനിടെ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് തകർന്ന് അവിടെ കിടക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹാരി ഓസ്കോർപ്പ് കമ്പനിയെ ഏറ്റെടുത്ത ശേഷം മീറ്റിംഗ് നടക്കുകയാണ്. ഞാനൊരു 20 വയസ്സുള്ള പയ്യനാണ്. $200 മില്യൺ വാല്യൂ ഉള്ള കമ്പനിയുടെ സിഇഒ ആയി. നിങ്ങൾക്കെല്ലാം എന്റെ കീഴിൽ ജോലി ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തായാലും എനിക്ക് കുറച്ച് നിയമങ്ങളും രീതികളും ഉണ്ട്. അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. എല്ലാവരും സഹകരിച്ചു പോയാൽ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് പറയുന്നതിനിടെ നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് ഒരുത്തൻ പറയുകയും അതാരാണെന്ന് നോക്കാനായി ഹാരി പോവുകയും ചെയ്യും. അവിടെ തന്റെ പഴയ കൂട്ടുകാരനായ പീറ്റർ ആണ് കാണാൻ വന്നിരിക്കുന്നത്. എടാ പീറ്ററെ, നീയോ? നമ്മളിപ്പോ കണ്ടിട്ട് 10 വർഷമായി. ഇപ്പൊ എന്താ വന്നേന്ന് ചോദിക്കുമ്പോൾ, നിന്റെ അച്ഛൻ മരിച്ച കാര്യം ഞാൻ അറിഞ്ഞു, അതിന്റെ പേരിൽ വന്നതാണ്. എന്റെ അച്ഛനും അമ്മയും മരിച്ച സമയത്ത് നീയും എന്നെ കാണാൻ വന്നിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഞാനിത്തിരി തിരക്കിലാണെന്നൊക്കെ അവൻ പറയുകയും, ശരി ശരി, ഇപ്പൊ കമ്പനിയൊക്കെ ഉണ്ടല്ലോ, അതിന്റേതാവുന്ന തിരക്ക് കാണും, എന്തായാലും നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമെന്ന് പറഞ്ഞ് പീറ്റർ പോവാൻ നോക്കുമ്പോൾ, എടാ പൊട്ടം പീറ്ററെ, നിന്നെ അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ലടാന്നൊക്കെ ഹാരി പറയുകയും, അത് കൊള്ളാം, നിനക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ഓടി വന്ന് ഹാരിയെ കെട്ടിപ്പിടിക്കുന്നു. ശേഷം അവർ പുറത്തൊക്കെ പോയി ഒരുമിച്ച് പഴയ സുഹൃത്ത് ബന്ധമൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ നിനക്ക് ലവർ വല്ലതും ഉണ്ടോ എന്ന് ഹാരി ചോദിക്കുമ്പോൾ, ഒരാള് സെറ്റ് ആയിട്ടുണ്ട്, ഗൻ എന്നാണ് പേരെന്ന് പറയുമ്പോൾ, ഏത് നമ്മുടെ കൂടെ പഠിച്ച ഗൻ സ്റ്റേസിയോ? അവള് തന്നെ, അവളിപ്പോ നിന്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ, അതെന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മറ്റൊരിടത്തിരുന്ന് ഓസ്കോർപ്പിലെ മാനേജരും കൂടെയുള്ളവന്മാരും കൂടി അപകടം സംഭവിച്ച മാക്സിന്റെ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാള് കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്പനിയിൽ വെച്ച് ഒരു അപകടത്തിൽ മരിച്ചു. കമ്പനിക്ക് വേണ്ടി ഒരു ഗ്രിഡിന്റെ ഡിസൈനൊക്കെ ഉണ്ടാക്കിയ നല്ല മിടുക്കനായ ആളായിരുന്നു. പക്ഷെ അവന് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ട് അവൻ മരിച്ച വിവരം പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ ഹാരി കമ്പനി ഏറ്റെടുത്തത് കൊണ്ട് നമ്മുടെ ഷെയർ ഇടിഞ്ഞിട്ടുണ്ട്. ഈ വാർത്ത കൂടി പുറത്തു വന്നാൽ കമ്പനിയെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് ഇത് പുറത്തറിയരുതെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മാക്സിന്റെ ശവശരീരം ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ചെറിയ പുകയൊക്കെ പറക്കാൻ തുടങ്ങുകയും അവിടെ ഇരിക്കുന്ന ലൈറ്റുകൾക്കൊക്കെ എന്തോ സംഭവിച്ച് പെട്ടെന്ന് അവൻ ഞെട്ടി എഴുന്നേറ്റ് തറയിലേക്ക് വീഴുകയും വളരെ പേടിയോടെ വെപ്രാളത്തിൽ കയ്യിലേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക് വസ്തുക്കൾക്കെല്ലാം എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നൊക്കെ അവന് മനസ്സിലാവുന്നു. അങ്ങനെ പതിയെ അവൻ എഴുന്നേറ്റ് അവിടെ നിന്ന് ഒരു ഡ്രസ്സും എടുത്ത് ഇട്ട ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവൻ നേരെ റോഡിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള വണ്ടികളുടെ എല്ലാം ലൈറ്റ് കത്താൻ തുടങ്ങിയിരിക്കുകയാണ്. തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വണ്ടിയുടെ നേർക്ക് ചെന്ന് അവൻ തൊട്ടു നോക്കുമ്പോൾ അതിലെ കറണ്ടിന്റെ ചാർജ് മുഴുവൻ അവന്റെ ദേഹത്തേക്ക് കയറുന്നുണ്ട്. ഇതോടെ തന്റെ ദേഹത്തേക്ക് കറണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടെന്നും അതുമൂലം തനിക്ക് കൂടുതൽ ശക്തി കിട്ടുന്നുണ്ടെന്നും അവന് മനസ്സിലാവുന്നു. ഈ സമയം പീറ്റർ ആണെങ്കിൽ ഗന്നിനെ കാണാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അവൾ ഒരിടത്ത് നിൽക്കുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് അവൻ ചെല്ലുകയും, നീ എന്താ പെട്ടെന്ന് വിളിച്ചിട്ട് വരാൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നോട് മിണ്ടാതിരിക്കാൻ പറ്റത്തേയില്ല. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമൊന്നും വേണ്ടടാ. ലവറായിട്ട് ഇരിക്കുന്നതാണ് നിന്റെ പ്രശ്നമെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടെങ്കിലും ഇരിക്കാം എന്നൊക്കെ
പറയുമ്പോൾ ശരി, ഫ്രണ്ട്സ് ആയിട്ടിരിക്കണമെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം, എനിക്കും നിന്നെ വിട്ട് പോകാനൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് നടക്കുകയും ഓരോരോ തമാശകളൊക്കെ പറഞ്ഞു നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോഴേക്കും നാട്ടിലൊരിടത്ത് ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ മാക്സ് നടന്നു വരികയാണ്. അവിടെ മുഴുവൻ കറണ്ടും ലൈറ്റും ഒക്കെ കണ്ട് അവൻ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നതിനിടെ അവന്റെ കാഴ്ചയിൽ എല്ലായിടത്തെയും കറണ്ടിന്റെ സർക്യൂട്ട് ഒരിടത്തേക്ക് പോകുന്നതായി കാണുകയും അവൻ നേരെ നടന്ന് പതിയെ അവിടെ ഇരുന്ന് ആ പവർ കേബിളിലേക്ക് പിടിക്കുന്നതോടെ അതിന്റെ കറണ്ട് മുഴുവൻ അവന്റെ ദേഹത്തേക്ക് കയറാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പല ആളുകൾക്കും മനസ്സിലാവുകയും സിറ്റിയിലേക്ക് കുറച്ച് ബാക്കപ്പ് വേണമെന്നൊക്കെ പോലീസുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവിടെ ഒരാൾ കറണ്ടിൽ പിടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ട് എല്ലാവരോടും മാറാൻ പറയുകയും സർ, നിങ്ങൾ ആ കേബിളിൽ നിന്നൊന്ന് കൈയെടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ആ പോലീസുകാരനെ നോക്കുന്നതോടെ അയാളുടെ കിളി പോകുന്നു. ഈ സമയം പീറ്ററും ഗന്നും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എടാ, പ്രധാനമായി നിന്നോടൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. എനിക്ക് ഓക്സ്ഫോർഡിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ ഇംഗ്ലണ്ടിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ ആയിരിക്കും എന്റെ താമസം. ഒരു എക്സാമും കൂടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അങ്ങോട്ട് പോകും. പിന്നെ നമുക്ക് തമ്മിൽ കാണാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്നൊക്കെ അവൾ പറയുന്നത് കേട്ട് അവൻ ആകെ വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുകയും അപ്പോ നീ അത് ഉറപ്പിച്ചോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവന് എന്തോ പന്തികേട് തോന്നുകയും നാട്ടിലെന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഈ സമയം പോലീസുകാരനാണെങ്കിൽ അനങ്ങരുതെന്ന് പറഞ്ഞ് മറ്റവന്റെ നേർക്ക് തോക്ക് ചൂണ്ടിയിരിക്കുകയാണ്. എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അവൻ എഴുന്നേക്കുമ്പോഴേക്കും ഒരു വണ്ടി ഇടിക്കാൻ വരികയും പേടിച്ച് അവൻ കൈ നീട്ടുമ്പോൾ ആ വണ്ടി അവന്റെ കൺട്രോളിൽ പൊങ്ങി വന്ന് അപ്പുറത്തേക്ക് മറിഞ്ഞങ്ങ് വീഴുന്നു. അപ്പോഴേക്കും പോലീസുകാരെല്ലാം കൂട്ടത്തോടെ അവിടേക്ക് വരികയും ആളുകളെല്ലാം പരിഭ്രാന്തരാവുകയും ചെയ്യുന്നു. പോലീസാണെങ്കിൽ അവന്റെ ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. ഞാനൊന്നും ചെയ്തില്ല, എന്നെ ഒന്നും ചെയ്യരുതെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറാമാൻ വഴി അവിടുത്തെ സ്ക്രീനുകളിലെല്ലാം അവന്റെ ചിത്രം വന്നിരിക്കുകയാണ്. എല്ലാവരും അവനെ തന്നെ ശ്രദ്ധിക്കുന്നു. ആർക്കും വേണ്ടാത്ത എന്നെ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ വല്ലാത്ത കൗതുകത്തിൽ നിൽക്കുകയും അപ്പോഴേക്കും പോലീസുകാർ അവന്റെ നേർക്ക് സ്മോക്ക് മുഴുവൻ ഇടാൻ തുടങ്ങുകയും എന്നെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ കൈയൊക്കെ അനക്കുന്നതിനനുസരിച്ച് സാധനങ്ങൾ പൊങ്ങി വരുന്നത് കണ്ട് അവൻ അത് തട്ടി മാറ്റാൻ ശ്രമിക്കുമ്പോൾ എല്ലാം കൂടി ചെതറി പോവുകയും ഒരു പോലീസുകാരന്റെ മുകളിലേക്ക് വന്നു വീഴാൻ പോയ കാറ് സ്പൈഡർമാൻ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും എല്ലാ പോലീസുകാരും അവനെ വെടിവെക്കുമെങ്കിലും ആ വെടിയുണ്ടകളൊന്നും അവന് കൊള്ളുന്നില്ല. ഉടൻ സ്പൈഡർമാൻ ചാടി അതിന്റെ മുകളിലേക്ക് കയറുകയും ഹലോ തീപ്പരി സാറേ, ഒന്ന് നിൽക്കണേ, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ സ്പൈഡർമാൻ അല്ലേ, മുമ്പ് എന്നെ സ്ട്രീറ്റിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചായിരുന്നു, ഒരു ബ്ലൂ പ്രിന്റുമായി വന്നില്ലേ, അത് ഞാനാണെന്നൊക്കെ പറയുമ്പോൾ ഓ നിങ്ങളാണോ അത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എനിക്ക് ഈ വേഷത്തിൽ ആളെ മനസ്സിലാവാഞ്ഞിട്ടാ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല, വല്ലാത്തൊരു പവർ ഫീൽ ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ദേഷ്യവും വരുന്നുണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ ഒരു പോലീസുകാരൻ സ്നൈപ്പറുമായി അവനെ വെടിവെക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഇപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ പോലീസുകാർ എന്തിനാ എന്നെ വെടിവെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ അവൻ പറയുമ്പോൾ നിങ്ങൾ ഇനി ആരും വെടിവെക്കത്തില്ല, അത് ഞാൻ ഉറപ്പ് വരുന്നു എന്നൊക്കെ പറയുന്നതിനിടെ പോലീസുകാരൻ അവനെ വെടിവെക്കുകയും ഇതോടെ ദേഷ്യം വരുന്ന അവൻ അവിടെ മുഴുവൻ കത്തിക്കുന്നതിനിടെ സ്പൈഡർമാൻ വലയിട്ട് തടയാൻ ശ്രമിക്കുമെങ്കിലും വല വഴി അവനെ കറണ്ട് അടിച്ച് തെറിച്ച് വീഴുന്നു. ഇതോടെ അവന്റെ വെബ് ഷൂട്ടർ കത്തിപ്പോയിരിക്കുകയാണ്. ഉടൻ മുകളിലുള്ള സാധനങ്ങളെല്ലാം കൂടി ഒരു പോലീസുകാരന്റെ മുകളിലേക്ക് വീഴുന്നത് കണ്ട് സ്പൈഡർമാൻ അയാളെ രക്ഷിക്കുമ്പോഴേക്കും എല്ലാവർക്കും വലിയ സന്തോഷമാവുകയും സ്പൈഡർമാൻ എന്ന് ഉറക്കെ എല്ലാവരും വിളിക്കുന്നതോടെ മാക്സിന്റെ ഫോട്ടോ എല്ലാം മാറി എല്ലായിടത്തും സ്പൈഡർമാന്റെ പടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് മാക്സിന് ആകെ ദേഷ്യം വരികയും മാക്സെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ നീ എനിക്കിട്ട് പണി തന്നതാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ശക്തി മുഴുവൻ തറയിലേക്ക് അടിക്കുകയും ഇതോടെ സ്പൈഡർമാന്റെ നേർക്ക് വരുന്ന കറണ്ടിൽ നിന്ന് അവൻ ചാടി പോവുകയും എന്നാൽ ആ കറണ്ട് നേരെ അവിടുത്തെ ആളുകൾ പിടിക്കാൻ പോകുന്ന കമ്പിയിലേക്കെല്ലാം ആയിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ തന്റെ വലത്തെ കൈയിലുള്ള വല വിട്ട് സ്ലോ മോഷനിൽ ആ കാറ് പിടിച്ചു നിർത്തിയ ശേഷം കമ്പികളിൽ ആരും പിടിക്കാതെ വലയിട്ട് അവിടെയുള്ള എല്ലാവരെയും അവൻ രക്ഷിച്ചിരിക്കുകയാണ്. ഇതോടെ ആർക്കും ഒന്നും പറ്റാതെ എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അവിടേക്കെത്തിയ ഗന്നും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതോടെ അവൻ പിന്നെയും സ്പൈഡർമാന്റെ നേർക്ക് കറണ്ട് വിടാൻ തുടങ്ങുകയും അപ്പോഴേക്കും സ്പൈഡർമാൻ അവിടെ ഇരുന്ന പമ്പ് തൂക്കിയെടുത്ത് അവനെ അടിച്ച് തെറിപ്പിച്ച് ഒരു സ്ക്രീനിൽ ചെന്ന് പറ്റി അങ്ങിരിക്കുന്നു. എന്നാൽ അവിടെ നിന്ന് പിന്നെയും ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവൻ അതിന്റെ കറണ്ട് മുഴുവൻ തന്റെ ദേഹത്തേക്ക് എടുക്കുകയും സിറ്റിയിലെ ലൈറ്റ് മുഴുവൻ അണഞ്ഞിട്ട് എല്ലാം കൂടെ പൊട്ടി തെറിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവൻ കൂടുതൽ ശക്തിയോടെ അന്തരീക്ഷത്തിൽ പറന്നു നിൽക്കുകയാണ്. അവൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ആൾക്കാരുടെ എല്ലാം നേർക്ക് കറണ്ട് അടിച്ചു വിടാൻ ശ്രമിക്കുകയും സ്പൈഡർമാനെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഫയർഫോഴ്സിന്റെ വെള്ളം എടുത്ത് അടിച്ച് സ്പൈഡർമാൻ അവനെ തെറിപ്പിച്ചങ്ങ് കളയുന്നു. ഇതോടെ മൊത്തത്തിൽ നനഞ്ഞ് അവൻ അനക്കമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി അവൻ വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ടൊന്ന് കിടക്കുകയാണ്. ന്യൂസിലാണെങ്കിൽ ഇന്ന് ആ ജീവിയെ സ്പൈഡർമാൻ തടഞ്ഞതിന്റെ വാർത്തയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്ന് അവൻ നോക്കുമ്പോൾ കറണ്ട് അടിച്ച് വെബ് ഷൂട്ടർ തകർന്നിരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് എങ്ങനെ കറണ്ടിൽ നിന്ന് വെബ് ഷൂട്ടറിനെ സംരക്ഷിക്കാമെന്നുള്ള വീഡിയോ ഒക്കെ യൂട്യൂബിൽ എടുത്ത് കാണുകയും വലിയ ബാറ്ററി കൊടുത്താൽ വെബ് ഷൂട്ടർ അടിച്ചു പോകില്ലെന്ന് വിചാരിച്ച് അവൻ വലിയ ബാറ്ററികൾ പരീക്ഷിച്ച് നോക്കുമെങ്കിലും കറണ്ട് അടിക്കുമ്പോൾ അതെല്ലാം അടിച്ചു പോവുകയാണ്. ഇതോടെ അവൻ ലോറിയുടെ ബാറ്ററിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമെങ്കിലും അതുൾപ്പെടെ പൊട്ടിത്തെറിച്ച് മൊത്തത്തിൽ തീ പിടിച്ചിരിക്കുകയാണ്. ഇതോടെ അവന്റെ കറണ്ടിൽ
നാട്ടിൽ നിന്ന് തന്റെ വെബ് ഷൂട്ടറിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അവന് മനസ്സിലാവുന്നു. സ്പൈഡർമാൻ നാടിനെ രക്ഷിച്ച വാർത്തയൊക്കെ ഹാരിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മറ്റേ അസുഖം മൂലം അവന് കഴുത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ആ ഡിവൈസ് കയ്യിൽ നിന്ന് താഴെ വീഴുകയും അതിൽ നിന്ന് എന്തൊക്കെയോ ഓണായി വരുന്നത് കണ്ട് അവൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറെ പരീക്ഷണങ്ങളുടെ വിവരങ്ങൾ അതിൽ വന്നിരിക്കുകയാണ്. ഇതോടെ ഈ കമ്പനിക്കുള്ളിൽ ഒരു പ്രത്യേക സ്യൂട്ടൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവുകയും ഇതിനിടെ പീറ്ററിന്റെ അച്ഛൻ ഹാരിയുടെ അച്ഛനോടൊപ്പം നിന്ന് ചില പ്രത്യേക മരുന്നുകളെ പറ്റി പറയുന്ന ഒരു വീഡിയോ അവൻ കാണും. അടുത്ത ദിവസം രാവിലെ തന്നെ പീറ്ററിന് ഹാരിയുടെ കോൾ വരികയും നീ എന്നെ ഒന്ന് വന്ന് കാണാൻ അവൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ പീറ്റർ ഹാരിയെ കാണാൻ എത്തിയിരിക്കുകയാണ്. അവൻ അവിടെ അവരുടെ അച്ഛന്മാർ തമ്മിലുള്ള ഒരു വീഡിയോ ഇട്ട് കാണിക്കുകയും അതിൽ അവരുടെ ഒരു പരീക്ഷണത്തെ പറ്റി പറയുകയും ചെയ്യുന്നു. ഞങ്ങൾ ചില ചെലന്തികളിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പരീക്ഷണം മൂലം ആ ചെലന്തികളുടെ വിഷം ഒരാളുടെ ദേഹത്തേക്ക് എത്തിയാൽ അവരുടെ എല്ലാ അസുഖങ്ങളും മാറും, പ്രത്യേക കഴിവുകളൊക്കെ ലഭിക്കുമെന്ന് അതിൽ പറയുമ്പോൾ നിനക്ക് കാര്യം വല്ലതും മനസ്സിലായോ? ദേ ഈ സ്പൈഡർമാനെ കണ്ടോ? ഇവൻ എങ്ങനെയാണ് ഈ കഴിവ് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായി. ഇവർ കണ്ടുപിടിച്ച ആ ചിലന്തി എങ്ങനെയോ ഇവനെ കടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ചിലന്തിക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവനും പറ്റുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ സ്പൈഡർമാനെ കണ്ടെത്തണം. കാരണം അവന്റെ രക്തത്തിലും ആ ശക്തിയുണ്ട്. ആ രക്തം എന്റെ ദേഹത്ത് കുത്തിവെക്കുകയാണെങ്കിൽ എന്റെ അസുഖങ്ങളെല്ലാം മാറും. ചിലപ്പോൾ എനിക്കും സ്പൈഡർമാന്റെ കഴിവ് കിട്ടുമെന്നൊക്കെ അവൻ പറയുകയും, പക്ഷേ സ്പൈഡർമാന്റെ രക്തം എങ്ങനെ കിട്ടും? അവനത് നിനക്ക് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തോളാം. അവൻ എവിടെയുണ്ടെന്ന് നീ ഒന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ അത് എനിക്കെങ്ങനെ അറിയാമെന്നൊക്കെ പീറ്റർ ചോദിക്കുകയും ഈ സ്പൈഡർമാന്റെ ഫോട്ടോ എടുത്തത് നീയല്ലേ, അപ്പോൾ നിനക്ക് എന്തായാലും അവനെ അറിയാം എന്നൊക്കെ പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയും നിക്കടാ അവിടെ, എന്റെ അച്ഛനെ പോലെ കിടന്ന് ചാവാൻ എനിക്ക് വയ്യ, ദയവായി നീ എന്നെ ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറയുമ്പോൾ പീറ്റർ ആകെ വിഷമിക്കുകയും ഞാൻ എന്തായാലും സ്പൈഡർമാനെ ഒന്ന് തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പൊക്കളയുന്നു. പിന്നീട് കാണിക്കുന്നത് ഓസ്കോർപ്പിന്റെ ഒരു രഹസ്യ ലാബാണ്. അതിനുള്ളിലുള്ള ഓസ്കോർപ്പിന്റെ ശാസ്ത്രജ്ഞന്മാർ മറ്റേ മാക്സിനെ ഒരു മെഷീന്റെ ഉള്ളിൽ വെച്ച് അനങ്ങാൻ കഴിയാത്ത വിധമാക്കി എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്താൻ പോവുകയാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാക്സിന് കാണാൻ കഴിയുന്നുണ്ട്. എന്നെ നിനക്ക് അറിയാമല്ലോ, നിന്റെ മേലുദ്യോഗസ്ഥനായി വർക്ക് ചെയ്തിരുന്ന ആളാണ് ഞാൻ. നീ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്നൊക്കെ ഞാനൊന്ന് പഠിക്കാൻ പോവുകയാണ്, സഹകരിച്ച് നിൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കറണ്ടൊക്കെ അവന്റെ ദേഹത്തേക്ക് കടത്തിവിടുകയും അവനെ ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പഴയ ആളല്ല, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ വെച്ച് തന്നെ എന്നെ അങ്ങ് തീർത്തേക്കണം. എങ്ങാനും ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ട് പുറത്തിറങ്ങാൻ പറ്റിയ പിന്നെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇതോടെ അവരവനെ അപ്പോൾ തന്നെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് വീണ്ടും പഴയതുപോലെ തന്നെ വെള്ളത്തിലേക്ക് മുക്കി വെക്കുന്നു. പിന്നീട് പീറ്റർ റൂമിലേക്ക് വരുമ്പോൾ ആന്റി റൂമിലിരിക്കുകയാണ്. അവൻ തന്റെ അച്ഛനെയും അമ്മയും കുറിച്ചുള്ള ഓർമ്മകളും കുട്ടിക്കാലത്തെ സംഭവങ്ങളുമെല്ലാം ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് അവർ അവിടെ ഇരുന്നത്. നീ ഇപ്പോഴും നിന്റെ അച്ഛനെയും അമ്മയും ഓർത്തുകൊണ്ടിരിക്കുകയാണോ? അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നിന്നെ കുട്ടിക്കാലം മുതൽ വളർത്തിയത് ഞാനും നിന്റെ അങ്കിളും കൂടിയാണ്. കൊച്ചിലെ നിന്നെ ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇനി നീ വെറുതെ സമയം കളയരുത്. നീ ഇപ്പൊ തന്നെ എന്നിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് അവർ പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്റെ അച്ഛനെയും അമ്മയും ഞാൻ ഓർക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞത്? ഒരു കാര്യം ഉറപ്പാണ് ആന്റി, നിങ്ങൾ എന്റെ അച്ഛനെയും അമ്മയും കുറിച്ചുള്ള എന്തോ കാര്യം എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. പലപ്പോഴും എനിക്കത് മനസ്സിലായിട്ടുമുണ്ട്. നിങ്ങൾ ആ ഒളിച്ചു വയ്ക്കുന്ന രഹസ്യം ദയവ് ചെയ്ത് എന്നോടൊന്ന് പറയാൻ അവൻ പറയുമ്പോൾ നീ എന്നിൽ നിന്ന് അകന്നു പോകുന്ന എനിക്ക് സഹിക്കത്തില്ല. കൊച്ചിലെ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചത് മുതൽ നിന്നെ സ്കൂളിൽ വിട്ടതും കുളിപ്പിച്ചതും വളർത്തിയതും എല്ലാം ഞാനും നിന്റെ അങ്കിളും കൂടിയാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നെ വളർത്താൻ. വയസ്സുകാലത്ത് ഇപ്പോഴും നിനക്ക് ആഹാരം തരാൻ വേണ്ടി ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയുമൊക്കെ നിന്നെ സ്നേഹിച്ചിട്ടും നീ ഇപ്പോഴും എന്തിനാണ് ഒരിക്കലും വരാത്ത നിന്റെ അച്ഛന് വേണ്ടി വെറുതെ സമയം കളയുന്നത്? അവരെയൊക്കെ വെറുതെ ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ച് അവർ ആകെ വിഷമിക്കുമ്പോൾ ആന്റി, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളാണ് എന്റെ അമ്മ. നിങ്ങൾ കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റെന്തോ ഉള്ളൂ. നിങ്ങളാണ് എന്നെ വളർത്തിയത്, എല്ലാം എനിക്കറിയാം. പക്ഷേ ഉറപ്പായിട്ടും എന്റെ അച്ഛനെയും അമ്മയും പറ്റി നിങ്ങൾ എന്തോ കാര്യം എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് ഒന്ന് പറയാൻ അവൻ പറയുമ്പോൾ അവർ മനസ്സില്ലാ മനസ്സോടെ അത് പറയുന്നു. നിന്റെ മാതാപിതാക്കൾ മരിച്ച ശേഷം കുറച്ച് പോലീസുകാർ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. നിന്റെ അച്ഛൻ ഓസ്കോർപ്പ് കമ്പനിയെ പറ്റിച്ചെന്നും അവിടുത്തെ റിസർച്ചുകളെല്ലാം അടിച്ചുമാറ്റി രാജ്യം വിടാൻ ശ്രമിച്ചെന്നും അത് മറ്റാർക്കോ മറച്ചു വിൽക്കാനാണ് അയാൾ പോയതെന്നും അതിനിടയിലാണ് അപകടത്തിൽ മരണപ്പെട്ടതെന്നും ഒക്കെ അവർ പറഞ്ഞു എന്ന് ആന്റി പറയുമ്പോൾ അയ്യോ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ പണത്തിന് വേണ്ടി കമ്പനിയിലെ പ്രൊജക്ടുകളെല്ലാം മോഷ്ടിച്ച ഒരു കള്ളനാണ് എന്റെ അച്ഛനെന്നാണോ നിങ്ങൾ പറയുന്നതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ എനിക്കും ഇതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വെറും ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. വലിയ ശാസ്ത്രജ്ഞനൊക്കെ ആയിട്ടും ഒരു വണ്ടി പോലും സ്വന്തമായിട്ടില്ലാതെ ട്രെയിനിൽ കയറിയാണ് അദ്ദേഹം എന്നും ജോലിക്ക് പോയിരുന്നത്. അങ്ങനത്തെ നിന്റെ അച്ഛൻ ഒരിക്കലും പണത്തിന് വേണ്ടി കള്ളത്തരം കാണിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് ആരെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്റെ മനസ്സ് മാറാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ. ചിലപ്പോൾ നമ്മളൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ പോലും വേണ്ടെന്ന് വെക്കുന്ന ആളുകളായിരിക്കാമെന്നൊക്കെ അവർ പറയുന്നത് കേട്ട് അവൻ ഹാരിയെ ഓർക്കുകയും അടുത്ത ദിവസം ഹാരി ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ സ്പൈഡർമാൻ അവന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളതായി കാണുകയും ചെയ്യുന്നു. ആ, നീ എത്തിയല്ലേ? പീറ്റർ നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് എന്താണ് ആവശ്യമെന്ന് നിനക്കറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ മിസ്റ്റർ ഓസ്ബോൺ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. എന്റെ രക്തം നിങ്ങൾക്ക് തരുവാണെങ്കിൽ അത് അപകടമാണ്. നമ്മുടെ രക്തം വിരുദ്ധമാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി അതിലും വലിയ എന്ത് പ്രശ്നം സംഭവിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ മരണത്തിനേക്കാൾ മോശമായത് സംഭവിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ രൂപം തന്നെ മാറി മറ്റൊരാൾ ആയേക്കാമെന്നൊക്കെ സ്പൈഡർമാൻ പറയുമ്പോൾ അതൊന്നും നീ ആലോചിക്കണ്ട. നിനക്ക് എത്ര പണം വേണം? കാറാണോ പ്ലെയിൻ ആണോ?
എന്ത് വേണേലും തരാം, നിന്റെ രക്തമൊന്നും എനിക്ക് തന്നാ മതി എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊന്നും വേണ്ട, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ലെന്നൊക്കെ പറയുമ്പോൾ നീ ആളുകളെ ജീവൻ രക്ഷിക്കുമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്, ഞാനും അങ്ങനെയാണ് കരുതിയത്, എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഒരുപക്ഷെ പ്രശ്നം വല്ലതും സംഭവിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഈ നാടിനെ തന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് സ്പൈഡർമാൻ അവിടെ നിന്ന് ചാടി അങ്ങ് പൊക്കളയുന്നു. ഇതോടെ അവൻ ആകെ ദേഷ്യമാവുകയും നീ വെറും ഫ്രോഡാണടാ, മരണത്തിൽ നിന്ന് സഹായിക്കാനാണ് നിന്നോട് ഞാൻ പറഞ്ഞത്, അതുപോലെ നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അന്നവൻ നേരെ ഗന്നിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവൾ ഇന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള അവസാന എക്സാമിന് എത്തിയിരിക്കുകയാണ്. അവനാണെങ്കിൽ അവളെ പിടിച്ചു നിർത്തി ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സാം തുടങ്ങാൻ സമയമായി, പെട്ടെന്ന് പോവാനൊക്കെ അവിടെ ഇരിക്കുന്നവർ പറയുമ്പോൾ ദാ ഇപ്പൊ പോവാമെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും ഈ എക്സാം ഒന്ന് എഴുതിക്കോട്ടടാന്നൊക്കെ അവൾ പറയുമ്പോൾ അവൻ വീണ്ടും ആവശ്യമില്ലാത്ത വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയുകയും എടാ നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, എന്നെ എങ്ങനെയെങ്കിലും ഇംഗ്ലണ്ടിൽ പോകാതെ പിടിച്ചു നിർത്താൻ നീ നോക്കുന്നതാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ച് വെറുതെ സമയം കളഞ്ഞ് എന്റെ എക്സാം എങ്ങനെയെങ്കിലും നിനക്ക് മുടക്കണമല്ലേ, പക്ഷെ അത് നടക്കത്തില്ലടാ, കാരണം ഞാനിത് ഒരുപാട് ആഗ്രഹിച്ചു പോയി, എനിക്ക് പോയി പഠിച്ചേ പറ്റൂ, എന്റെ മുന്നിൽ വേറെ വഴിയില്ല, നീ എന്നെ തടയരുതെന്നൊക്കെ അവൾ പറയുകയും എക്സാമിന് വേണ്ടി പോവുകയും ചെയ്യുന്നു. ഇവളുടെ കേസും ഹാരിയുടെ കേസും എല്ലാം കൂടെ ആവുന്നതോടെ പീറ്ററിന് ആകപ്പാടെ ഭ്രാന്ത് പിടിക്കുകയും വീട്ടിൽ ചെന്ന് ദേഷ്യത്തോടെ സാധനങ്ങളെല്ലാം വലിച്ചു കീറുകയും പലതും നശിപ്പിക്കുകയും ചെയ്യുന്നതിനിടെ അച്ഛന്റെ ഒരു കാൽക്കുലേറ്റർ എടുത്ത് എറിഞ്ഞു പൊട്ടിക്കുകയും അതിനുള്ളിൽ നിന്ന് പ്രത്യേകതരം കുറച്ച് കോയിൻസ് താഴെ വീഴുകയും ചെയ്യുന്നു. ഇത് കണ്ട് സംശയത്തോടെ അവനത് എടുത്തു നോക്കുമ്പോൾ റോസ്വെൽറ്റ് എന്ന് എഴുതിയ പ്രത്യേകതരം കുറച്ച് കോയിൻസ് ആണ്. അപ്പൊ തന്നെ അവൻ ഇന്റർനെറ്റിൽ റോസ്വെൽറ്റിനെ പറ്റി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിപ്പോ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ആണെന്നും വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതെന്നും അവന് മനസ്സിലാവുന്നു. ഇതോടെ തന്റെ അച്ഛൻ എന്നും ട്രെയിനിലാണ് ജോലിക്ക് പോയതെന്നൊക്കെ അമ്മൂമ്മ പറഞ്ഞത് അവൻ ഓർക്കുകയും ഇതോടെ അവിടെ അച്ഛൻ എന്തോ രഹസ്യമായ കാര്യം നടത്തിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് തന്നെ അവൻ ആ റെയിൽവേ സ്റ്റേഷൻ തപ്പി കണ്ടുപിടിച്ച് രഹസ്യമായി കിടക്കുന്ന അവിടേക്ക് എത്തിയിരിക്കുകയാണ്. റൂസ്വെൽറ്റ് എന്ന് പേരുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണത്. നോക്കുമ്പോൾ അവിടെ കോയിൻ ഇടാനുള്ള ഒരു സ്ഥലമുള്ളതായി അവൻ കാണുകയും തന്റെ കയ്യിലുള്ള ആ കോയിൻ അതിലേക്ക് ഇട്ട് നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. എന്താണെന്ന് മനസ്സിലാവാതെ അവൻ നിൽക്കുമ്പോൾ തന്റെ പിന്നിൽ എന്തോ ശബ്ദം കേൾക്കുന്നു. അവിടെ പാളം മുഴുവൻ ഇളകി മാറിക്കൊണ്ട് പഴയ ഒരു പ്രത്യേകതരം ട്രെയിൻ മുകളിലേക്ക് പൊങ്ങി വരികയും അതിന്റെ വാതിൽ തുറന്ന് ഉള്ളിൽ വലിയൊരു പരീക്ഷണശാല ഓപ്പൺ ആവുകയും ചെയ്യും. ഇതോടെ അത് തന്റെ അച്ഛന്റെ സീക്രട്ട് ലാബാണെന്ന് അവന് മനസ്സിലാവുകയും അവൻ അതിനുള്ളിലേക്ക് കയറി നോക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു കമ്പ്യൂട്ടറിൽ എന്തോ സാധനം ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി ഇരിക്കുകയാണ്. മുമ്പ് വിമാനത്തിൽ വെച്ച് അവന്റെ അച്ഛൻ അപ്ലോഡ് ചെയ്ത സാധനമാണത്. അവനത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഒരു വീഡിയോയാണ്. അതിൽ അവന്റെ അച്ഛൻ വീട് വിട്ടു പോകുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോയാണ്. നിങ്ങൾ എന്തെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ മരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ലോകം എന്നെ കള്ളനെന്നും മോശക്കാരനെന്നും ഒക്കെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സത്യം ലോകം അറിഞ്ഞേ പറ്റൂ. ഓസ്കോർപ്പിന് വേണ്ടി ഞാനൊരു പ്രത്യേക പരീക്ഷണം നടത്തി വിജയിച്ചു. എന്നാൽ ഞാൻ കണ്ടെത്തിയ ആ റിസർച്ചുകൾ ഒരു ആയുധമാക്കാനും അത് മനുഷ്യരുടെ നാശത്തിന് വേണ്ടി ഉപയോഗിക്കാനും ഓസ്കോർപ്പിന്റെ ഓണറായ നോമൻ ഓസ്ബോൺ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ തടഞ്ഞു. അത് കാരണം അയാളിപ്പോ എനിക്കെതിരാണ്. എന്നെ അപായപ്പെടുത്താൻ അയാൾ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഈ റിസർച്ച് ആരുടെയും കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടം വിട്ട് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് എനിക്ക് കഴിയുന്നത്ര വിവരങ്ങളെല്ലാം ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എവിടെയാണെങ്കിലും ചിലപ്പോ എന്റെ റിസർച്ചിന് വേണ്ടി നോമൻ ഓസ്ബോണിന്റെ ആളുകൾ വന്നേക്കും. മരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്റെ മകനെ ഒരുപാട് ഇഷ്ടമാണ്. അവനെ പിരിയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ പുറകിൽ നിന്ന് പീറ്റർ വിളിക്കുകയും അയാൾ പോവുകയും ചെയ്യുന്നതോടെ വീഡിയോ കട്ടാവും. ഈ സമയം ഹാരിയുടെ അടുത്തേക്ക് അവന്റെ പി എ ആയ ഫെലീഷ്യ വരികയും ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ സാറേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് രക്ഷപ്പെടാൻ ആകെയുള്ള വഴി ഇവിടെ പരീക്ഷണത്തിലുണ്ടായിരുന്ന കുറച്ച് ചെലന്തികളാണ്, പക്ഷെ അതിനെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ അവൻ പറയുമ്പോൾ അവന്റെ വിഷമമൊക്കെ കണ്ട് അവൾക്ക് വല്ലാതെ തോന്നുകയും നിങ്ങൾക്കറിയാത്ത ഒരു രഹസ്യമുണ്ട്, ചെലന്തികളെല്ലാം കൊന്നെങ്കിലും അതിന്റെ കുറച്ച് വിഷം ഇവിടെയുള്ള ചിലർ വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കൽ സുരക്ഷാ ഉദ്യോഗസ്ഥനുമായി ഇവിടെയുള്ളവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഇത് കേട്ട് അവൻ അത്ഭുതപ്പെടുകയും നിയമത്തിന്റെയും ജനങ്ങളുടെയും മുന്നിൽ ഇവിടുത്തെ റിസർച്ചിലുണ്ടായിരുന്ന എല്ലാ ചെലന്തികളെയും കൊന്നുവെന്നാണ്. പക്ഷേ അതിന്റെ വിഷം ഇപ്പോഴും സാമ്പിളിന് വേണ്ടി രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് എനിക്കറിയില്ല, എന്തായാലും ഈ കമ്പനിയിൽ തന്നെ ഉണ്ടെന്ന് അവൾ പറയുകയും അങ്ങനെ അവൻ അച്ഛൻ കൊടുത്ത ആ ഡിവൈസ് വെച്ച് കമ്പനിയിലെ സ്പെഷ്യൽ പ്രൊജക്ടുകളൊക്കെ പരിശോധിക്കുകയും ചെയ്യും. എന്നാൽ അപ്പോഴാണ് ഈ കമ്പനിയിൽ ഒരാൾ പരീക്ഷണം നടത്തിയ ഈലുകളുടെ ഇടയിലേക്ക് വീണ് മരിച്ചിട്ടുണ്ടെന്നുള്ളതും അയാളിപ്പോ ഒരു ഭീകര രൂപിയായി മാറി രഹസ്യ ലാബിൽ ഉണ്ടെന്നും അവന് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും അവിടുത്തെ മാനേജറും ടീമും അങ്ങോട്ടേക്ക് വരികയും നീ സിഇഒ ആയി കയറിയ ഉടനെ ഒരു ജോലിക്കാരൻ ഈ കമ്പനിയിൽ മരിച്ചു, എന്നിട്ട് അത് രഹസ്യമാക്കിയും വെച്ചു, ഇതിപ്പോ നമ്മൾ പുറത്തറിയിക്കാൻ പോവുകയാണ്, അങ്ങനെ അറിഞ്ഞ നിനക്കെതിരെ വാർത്തക്കാരും ഗവൺമെന്റും എല്ലാം തിരിയും, നിന്നെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ അയാൾ പറയുമ്പോൾ ഞാൻ ഇപ്പോഴാണ് ആ സംഭവം അറിയുന്നത്, ഇതുവരെ നിങ്ങളാണ് അത് എന്നോട് പറയാതെ മറച്ചു വെച്ചതെന്നൊക്കെ അവൻ പറയുമ്പോൾ അതേടാ ഞാനാണ് മറച്ചു വെച്ചത്, പക്ഷേ ഇക്കാര്യം പുറത്തറിഞ്ഞാൽ അത് നിന്നെ മാത്രമേ ബാധിക്കൂ, അങ്ങനെ വരണ്ടെന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ തന്നെ രാജിവെച്ച് ഈ കമ്പനിയിൽ നിന്ന് പുറത്തു പോകണം, ഏതെങ്കിലും തെരുവിൽ കിടന്ന് നിന്റെ അച്ഛനെ പോലെ തന്നെ നീയും ആ അസുഖം വന്ന് ചത്തൊടുങ്ങണമെന്നൊക്കെ അയാൾ പറയുകയും ഇത് കേട്ട് ദേഷ്യം വന്ന് അവൻ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവരവനെ പിടികൂടുകയും നിക്ക് ഞാൻ ഇവിടുന്ന് പുറത്തായാൽ തന്റെ പ്രശ്നമെല്ലാം തീരില്ലേ, എങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തോളാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം.
കളയുന്നു. അവൻ നേരെ പോകുന്നത് മാക്സിനെ ഇട്ടിരിക്കുന്ന റിസർച്ച് ലാബിലേക്കാണ്. ഞാൻ ഹാരി ഓസ്ബോൺ ആണെന്ന് പറയുമ്പോൾ തന്നെ കമ്പനിയിൽ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്ത അവർ അവനെ കയറ്റി വിടുകയും അവൻ ഒരു ഡോക്ടറിന്റെ ഡ്രസ്സും ഇട്ട് ആരും അറിയാതെ ഉള്ളിലേക്ക് ചെന്ന് അവിടുത്തെ എമർജൻസി ബട്ടൺ ഓൺ ആക്കുന്നു. ഇതോടെ അവിടെയുള്ള കാവൽക്കാരും ആളുകളുമെല്ലാം എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലൂടെ ഹാരി നേരെ മാക്സിനെ ഇട്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലുകയും അവന്റെ പരീക്ഷണങ്ങളെല്ലാം ഓഫ് ചെയ്ത ശേഷം അവനോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഞാനാണ് ഹാരി, ഓസ്ബോണിന്റെ മകനാണ്. ഇപ്പോ അവിടെയുള്ളവന്മാരെല്ലാം കൂടെ ചതിച്ച് എന്നെ പുറത്താക്കിയിരിക്കുകയാണ്. ഞാൻ നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാം, പക്ഷേ നീ എന്നെയും ഒന്ന് സഹായിക്കണം. എനിക്ക് എങ്ങനെയെങ്കിലും ഓസ്കോർപ്പിലെ റിസർച്ച് ലാബിന്റെ ഉള്ളിലെത്തണം. നിന്റെ കഴിവുകൾ വെച്ച് എങ്ങനെയെങ്കിലും എന്നെ അവിടെ എത്തിച്ചു തന്നാൽ മതി. ഞാനിപ്പോ നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്യാം. അതോടൊപ്പം നിന്റെ ശത്രു സ്പൈഡർമാൻ ആണെന്ന് എനിക്കറിയാം. ഇപ്പോ എന്റെ ശത്രു സ്പൈഡർമാനാണ്. അവനെ ഇല്ലാതാക്കാൻ ഞാൻ നിന്റെ കൂടെ നിൽക്കാമെന്നൊക്കെ ഹാരി പറയുകയും എന്നാൽ അപ്പോഴേക്കും CCTV വഴി ഹാരി ലാബിൽ അതിക്രമിച്ചു കയറിയത് അവർ അറിയുകയും അവനെ പിടിക്കാനായി ഒരു ടീം തന്നെ അവിടേക്ക് പോവുകയും ചെയ്യും. നമുക്ക് സമയമില്ല, ഞാൻ പറഞ്ഞ നീ കേട്ടോ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവൻ ഇലക്ട്രിസിറ്റി ഓഫ് ആക്കുകയും അപ്പോഴേക്കും സെക്യൂരിറ്റി വന്ന് പിടിച്ച് അവനെ തൂക്കിയെടുത്ത് മാറ്റുമ്പോഴേക്കും മറ്റവൻ ആവിയായി പോവുകയും അവിടെ നിന്ന് എല്ലാണത്തിനെയും കറണ്ട് അടിച്ച് പറത്തി കളയും. ഇതോടെ ഹാരി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ പൂർവ്വ ശക്തിയോടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അവൻ യാതൊരു കുഴപ്പവുമില്ലാതെ നിൽക്കുന്നതിനിടെ അവനെ ടോർച്ചർ ചെയ്ത ശാസ്ത്രജ്ഞൻ ഓടാൻ ശ്രമിക്കുകയും എന്നാൽ മാക്സ് അയാളെ പിടിച്ച് തൂക്കി അവനെ ഇട്ടിരുന്ന മെഷീനിൽ കയറ്റി കറണ്ട് അടുപ്പിച്ച് വെള്ളത്തിൽ മുക്കിക്കളയും. ഈ സമയം ഓസ്കോർപ്പിലെ ജീവനക്കാർ നോക്കുമ്പോൾ കറണ്ടിനൊക്കെ എന്തോ പ്രശ്നം വന്നിരിക്കുന്നതായി മനസ്സിലാവുകയും അവൻ അത് പറയാൻ മാനേജറുടെ അടുത്തേക്ക് പോകുമ്പോൾ മാക്സ് അവിടെ വെച്ച് അവനെ കൊന്നിരിക്കുകയാണ്. ഇത് കണ്ട് അയാൾ പേടിച്ചു നിൽക്കുമ്പോൾ എന്നെ മനസ്സിലായോ, എന്റെ പേര് ഇലക്ട്രോ, നീയൊക്കെ പരീക്ഷണത്തിന് വെച്ചവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹാരി അവിടേക്ക് വരികയും ഞാൻ ഇങ്ങനെ തിരിച്ചു വരുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ലല്ലേ, എനിക്ക് ഒറ്റ കാര്യം മതി, ആ ചെലന്തികളുടെ വിഷം വെച്ചിരിക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാൻ പോണില്ലെന്ന് പറയുമ്പോൾ ഇലക്ട്രോ അവനെ അടിച്ചങ്ങിടുകയും ശേഷം അയാളുടെ അടുത്ത് ചെന്ന് ചെറിയ ഷോക്ക് കൊടുക്കുമ്പോൾ ബോധം വരികയും ചെയ്യുന്നു. മോനെ മര്യാദയ്ക്ക് എന്റെ കൂടെ വാടാ എന്ന് പറഞ്ഞ് ഹാരി അയാളെയും കൊണ്ട് പോവുകയും ഇതോടെ ഇലക്ട്രോ അവിടെയുള്ള സോക്കറ്റിനകത്തേക്ക് കറണ്ടായി കയറുകയും ചെയ്യും. അങ്ങനെ അയാൾ ഓസ്കോർപ്പിലെ സീക്രട്ട് ലാബിലേക്ക് ചിലന്തികളുടെ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന വിഷം കാണിച്ചു കൊടുക്കാൻ പോവുകയും അങ്ങനെ അതീവ രഹസ്യമായ ഒരു റൂമിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നു. ഒടുവിൽ അയാൾ അവനെയും കൊണ്ട് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. നീ തന്നെ ഒരെണ്ണമെടുത്ത് എന്റെ ദേഹത്ത് കുത്തിവെക്കാൻ അവൻ അയാളോട് പറയുകയും മറ്റൊരു വഴിയും ഇല്ലാതെ അയാൾ ഇഞ്ചക്ഷനിലേക്ക് അത് ഘടിപ്പിച്ച് ആ വിഷം അവന്റെ ദേഹത്തേക്ക് കുത്തുന്നു. ഇതോടെ അവന്റെ വിറയലൊക്കെ മാറുകയും ശരീരത്ത് എന്തോ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അവന്റെ രൂപത്തിനൊക്കെ എന്തോ പ്രശ്നം സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി മാനേജർ അവിടെ നിന്ന് പേടിച്ച് ഇറങ്ങി ഓടിയിരിക്കുകയാണ്. അപ്പോഴേക്കും അവൻ പൂർണ്ണമായി മാറാൻ തുടങ്ങുകയും ശരീരത്ത് മുഴുവൻ മാറ്റങ്ങൾ സംഭവിച്ച് ക്രൂരനായ ഒരു വില്ലനായി മാറുകയും ഇതിനിടെ അവിടെ ഇരിക്കുന്ന സ്പെഷ്യൽ സ്യൂട്ട് കണ്ട് അവൻ അതിന്റെ അടുത്തേക്ക് ഇഴഞ്ഞു ചെന്ന് അത് എടുത്തിടുകയും ചെയ്യുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ 2 പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.